സർ നമസ്കാരം. നമസ്കാരം സർ, നമ്മളെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, സെൽഫ് എസ്റ്റീം എങ്ങനെ കൂട്ടണം, ഇങ്ങനെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് പലപ്പോഴും നമ്മുടെ വീഡിയോയുടെ കമന്റിൽ വന്ന് കണ്ടിട്ടുണ്ട്, എനിക്കിങ്ങനെ ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരു കൂട്ടമായിട്ട് ആൾക്കാർ നിൽക്കുന്ന കണ്ട എനിക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റാറില്ല, എനിക്ക് വളരെ കുറവ് എനിക്കുള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒത്തിരി കമന്റ്സുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്. മെയിൻലി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് അവർ കൂടുതൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, എന്താണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എന്തൊക്കെയായിരിക്കും അതിന്റെ പിന്നിലെ റീസൺസ്, എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാം, അത് പറഞ്ഞു കൊടുത്താൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആൾക്കാർക്ക്. ഒരു പ്യൂർലി ഒരു സൈക്കോളജിക്കൽ ആംഗിളിൽ പറയാൻ നമ്മൾ ഒരു സൈക്കോളജിയിലെ സ്കോളർ അല്ല കേട്ടോ. അപ്പോൾ അല്ലാണ്ടൊരു ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിൽ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഒരു നിരീക്ഷിക്കാൻ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ ക്രൗഡുള്ള സ്ഥലത്ത് ആളുകൾ പോകാത്തതിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തന്നെ കാരണമാവണം നിർബന്ധമില്ല. ഇപ്പോൾ വലിയ ക്രൗഡുള്ള സ്ഥലത്ത് പോകാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. കാരണം ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ചിലപ്പോൾ പെട്ടെന്ന് കേട്ടാൽ ആളുകൾ വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ക്രൗഡിൽ പോകുമ്പോൾ അവരുടെ എനർജി ചോർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അവർ പോവാതിരിക്കുന്നതാണ്. അല്ലാതെ നമ്മളെക്കുറിച്ച് ലോ വാല്യൂ, നമ്മളെക്കുറിച്ച് ലോ സെൽഫ് എസ്റ്റീം ഉള്ളത് കൊണ്ടും ചില ആളുകൾ വേറെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്യും. അതിനെ നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ എൻ്റെ വാല്യൂ ഞാൻ അറിയാതെ എന്നെ വളരെ കുറച്ച് കാണുന്ന ഒരു പ്രവണതനെയാണ് ഞാൻ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തായിരിക്കും കൃഷ്ണയുടെ കാഴ്ചപ്പാടിൽ ഒരു ആളുകൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കാൻ ഒരു കാരണം എന്തായിരിക്കും? ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യും നമ്മളെ പറ്റിയിട്ട്. ചിലപ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇപ്പം ഞാനൊരു ഗോള് സെറ്റ് ചെയ്തു, അതെനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാനത് അച്ചീവ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരാം. എന്റെ തന്നെ ആ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഇല്ലാണ്ടായി പോവാം. എന്റെ വർത്ത് ഞാൻ മനസ്സിലാക്കില്ല, എന്റെ ക്വാളിറ്റീസ് ഞാൻ മനസ്സിലാക്കില്ല. അപ്പോൾ ഞാൻ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാൻ സാധ്യതയില്ലേ? അച്ചീവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാൻ സാധ്യത. കോംപ്ലക്സ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റും അച്ചീവ് ചെയ്യാത്തതുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബേസിക്കലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇൻഫീരിയോറിറ്റി വരുന്നത് ഒരു കമ്പാരിസണിൽ നിന്നാണ്. അതായത് ഞാൻ ഇതിനേക്കാൾ ഇൻഫീരിയർ ആണ് എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻഫീരിയർ അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ താരതമ്യം ചെയ്യണ്ടേ? എനിക്ക് പൊക്കം കൂടുതലുണ്ട് അല്ലെങ്കിൽ എനിക്ക് പൊക്കം കുറവുണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ എന്തിനേലും താരതമ്യം ചെയ്യണ്ടേ? അപ്പോൾ നമ്മളെ ഏതെങ്കിലും ഒന്നുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളെ കുറച്ച് കാണുന്നതിനെയാണ് നമ്മൾ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന സാധനം. അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. ഇതിപ്പോ ഒരു ഇൻസ്റ്റന്റിൽ അത് ഉണ്ടാവുന്ന കാര്യമാവണം എന്നില്ല. ഇപ്പോ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ കൊച്ചിലേ മുതൽ നമ്മളിത് കേൾക്കാൻ സാധ്യതകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിൽ തന്നെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുന്ന, കണ്ടോ അവന് നിന്നെക്കാളും കൂടുതൽ മാർക്കുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോൾ അവര് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെ മികവുണ്ട്, പക്ഷെ നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല? നമ്മുടെ വീട്ടിൽ നിന്ന് മുതൽ ഈ ഒരു കമ്പാരിസന്റെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റാണ്. ചെറിയ കൊച്ചായിരിക്കുമ്പോഴേ പറയുന്നത് അവനെ കണ്ടു പഠിക്കുക, ഇല്ലെങ്കിൽ അവനെ പോലെ ആയിക്കൂടെ, ഇല്ലെങ്കിൽ ചേട്ടനെ എങ്ങനെ പഠിക്കണു, നീ എങ്ങനെ പഠിക്കണു എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്നത്, നമ്മളെ വേറൊരാൾ നമ്മളിപ്പോൾ ചെയ്യൂട്ടോ അറിയാണ്ട് ചെയ്തു പോകും, പക്ഷെ വളരെ ബോധപൂർവ്വം അതിന് മറികടക്കാനാണ് ശ്രമിക്കുക. കാരണം നമ്മളെ വേറെ ആളുമായി താരതമ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ അവഹേളിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ഒരിക്കലും കുയിലുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. കുയിലിന്റെ ശബ്ദം കേട്ടിട്ട് മയിൽ എനിക്കതില്ലല്ലോ എന്ന് പറയുകയോ അല്ലെങ്കിൽ മയിലിനെ പോലെ സൗന്ദര്യം എനിക്കില്ലല്ലെന്ന് കുയിൽ പറയുകയോ ചെയ്യുന്നത് ഒരു ലോകമഹാ മണ്ടത്തരമാണ്. ഇതുപോലെ മനുഷ്യന്മാർ വളരെ വ്യത്യസ്തരാണ്. അതാണ് മനുഷ്യജീവനല്ല, പ്രകൃതി വളരെ ഓരോന്നിനും ഓരോ യുണീക്നെസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ യുണീക്നെസ് തിരിച്ചറിയാൻ പറ്റാതെ പേരൻസ് ആയാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, സ്കൂളുകളിലൊക്കെ ഈ താരതമ്യം
നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിത്തം പോലും താരതമ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ താരതമ്യത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ താരതമ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഒറിജിനൽ പേഴ്സണാലിറ്റിയെ നശിപ്പിച്ചു കളയുന്നതാണ്. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനും കാരണം ഇതാണ്. നമ്മൾ ചില ഐഡിയൽ ഫിഗേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് അതുമായി താരതമ്യം ചെയ്യും. ഉദാഹരണം, ലോകത്തെ ഏറ്റവും സുന്ദരിയായ ആൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നടീനെ മനസ്സിൽ സങ്കല്പിക്കും, ഇല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സുന്ദരനായ ഒരാൾ എന്നിട്ടൊരു നടനെ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് കണ്ണാടി നോക്കുമ്പോൾ അയാളുടെ ചിത്രവും നമ്മളെയും തമ്മിൽ താരതമ്യം ചെയ്യും. ഇല്ലെങ്കിൽ വെളുത്തവരാണ് ലോകത്ത് സുന്ദരന്മാർ എന്ന്. ഇതൊക്കെ ചെറുപ്പം തൊട്ടേ പറഞ്ഞ് കേട്ട് വരുന്നൊരു കൾച്ചറൽ എലമെൻ്റാണത്. അതിനെ വളരെ ബോധപൂർവം മറികടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കോംപ്ലക്സുകൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കുറെ ഐഡിയലിനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ സൊസൈറ്റി പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആങ്കർ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഇത് നോർമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാമുള്ളൂ, ഇങ്ങനെ സംസാരിക്കാം. പലപ്പോഴും വീട്ടിൽ ഒച്ച കൂട്ടി സംസാരിക്കുമ്പോൾ പറയും, നീ പെൺകുട്ടിയാ, നീ ഒച്ച എടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് നമ്മുടെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്. ഇങ്ങനത്തെ സൊസൈറ്റൽ നോംസും ശരിക്കും ഇൻഫീരിയോറിറ്റി വളർത്താനായിട്ട് ഭയങ്കര വലിയൊരു കാര്യമല്ലേ? ഈ സൊസൈറ്റി ഒരു ചട്ടക്കൂട് ഉണ്ടാക്കും. ഈ ചട്ടക്കൂട് ഉണ്ടാക്കുന്നത് മുഴുവനും തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മളൊരു സോഷ്യൽ ലിവിങ് ആണ്. അപ്പോൾ ആ സോഷ്യൽ ലിവിങ്ങിൽ നിങ്ങൾക്ക് എത്ര അവകാശമുണ്ടോ അതേപോലത്തെ ഒരു അവകാശം എനിക്കുണ്ടല്ലോ. ഇപ്പൊ വീട്ടിൽ അതാണായാലും പെണ്ണായാലും ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുന്നത് അവിടെയുള്ള വേറെ ആളുകളെ ബുദ്ധിമുട്ടാക്കുന്നു എന്നർത്ഥത്തിലാണ്. അത് സ്ത്രീ മാത്രം ഒച്ചത്തിൽ സംസാരിക്കരുതെന്ന് പറയുന്നത് തെറ്റാണ്. പൊതുവെ ഞാൻ പറഞ്ഞത് ആരായാലും. അപ്പൊ ആ അർത്ഥത്തിൽ ഈ സോഷ്യൽ സെറ്റപ്പുകൾ ചിലത് നല്ലതാണ്. ചില നേരങ്ങളിൽ നമ്മൾ അതിനെ മാത്രം വച്ചുകൊണ്ട് നമ്മളെ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, വെളുത്തത് സൗന്ദര്യമുള്ളവരാണ്, വെളുത്തവർ ആണ് മികച്ചവർ എന്നൊക്കെ അങ്ങനത്തെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ? അതൊക്കെ അതുമായി നമ്മൾ വിശ്വസിച്ചിട്ട് താരതമ്യം ചെയ്യും. ഞാനതല്ലല്ലോ എന്നൊക്കെ പറയുന്നത് അത് വലിയ പ്രശ്നമാണ്. ഇതിപ്പോ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്. ഞാനിത് വർക്ക് പ്ലേസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത്, വർക്ക് പ്ലേസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറ്റൊരാള് കൂടുതൽ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളെ സ്വന്തമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്നതും കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നമ്മൾ എങ്ങനെ അതൊന്ന് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടി ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അത് നോക്കി പോകേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? എന്റെ ഒരു കാഴ്ചപ്പാടിൽ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ മെഷറിങ് നടക്കില്ല എന്ന് പറഞ്ഞാൽ അളക്കൽ കുറവായിരിക്കും. എന്നാൽ വർക്ക് പ്ലേസിൽ അങ്ങനെയല്ല. നല്ല സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അവർ കൃത്യമായിട്ട് അളക്കും. അപ്പൊ അളക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് കാണും. അപ്പൊ ഈ താരതമ്യം കൂടും. പൊതുവെ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഒരു പരിഗണന ഉണ്ടാകും. നന്നായി പെർഫോം ചെയ്യാത്ത ആളുകൾക്ക് പരിഗണന കുറയും. സ്വാഭാവികമായി അത് മനസ്സിൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യും. അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, പൊളിറ്റിക്സും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ അതിന് പറയുന്നത് എങ്ങനെ വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ അളക്കൽ നിങ്ങൾക്ക് ഗുണകരമാണ്. കാരണം നിങ്ങൾ ചില ഏരിയയിൽ വീക്കാണ് എന്നത് കാണിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അതിനോട് ഇൻഫീരിയോറിറ്റി തോന്നുന്നതിന് പകരം അത് എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നും ഇനി എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നും അയാൾ ചിന്തിച്ചാൽ അയാൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് പകരം ഇത് എൻ്റെ വലിയൊരു കുറവാണ്. ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഇത് എൻ്റെ കുറവാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ്. ഈ കുറവ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, പഠിക്കാനും വളരാനും എന്ന് ചിന്തിക്കുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് ഇത്തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നത്. പകരം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ഈ താരതമ്യം ചെയ്താൽ തന്നെ അയാൾ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നായിരിക്കും അയാൾ ചിന്തിക്കുക. അതായത് കമ്മിങ് ടു വർക്ക് പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഈ മെഷർ ചെയ്യുന്ന കാര്യത്തിന് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടാൽ മതി. ശരിക്കും അതൊരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഒരു കാര്യം മാത്രമാണെന്ന് നമ്മൾ അതിനെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ്, നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ലോ അർത്ഥം. നമ്മളെപ്പോഴും പറയില്ലേ, പരാജയം ഒരു സംഭവമാണ്, വ്യക്തിയല്ല.
നിങ്ങൾ പരീക്ഷ തോറ്റാൽ നിങ്ങൾ പരീക്ഷയിലാണ് തോറ്റത്, നിങ്ങൾ തോറ്റു എന്ന് പറയുന്നത് എത്ര അബദ്ധമാണ്. അതുപോലെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തവണ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നാണ്. അല്ലാണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അച്ചീവ് ചെയ്യില്ല എന്ന് ചിന്തിക്കുന്ന മണ്ടത്തരല്ലേ. ശരിയാ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ പറ്റി മറ്റുള്ളവർ ഭയങ്കരമായി എക്സ്പെക്ടേഷൻസ് വെക്കുമ്പോഴത്തേനും നമുക്കത് അച്ചീവ് ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാവില്ലേ? ഇതിൻ ഫർദർ ഞാൻ നേരത്തെ ചോദിച്ചത് സെയിം ഇത് തന്നെ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലല്ലേ? ഈ അൺറിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻ ആർക്കാണ്? നമുക്കാണോ മറ്റുള്ളവർക്ക്? ഇപ്പൊ നമ്മുടെ വീട്ടിൽ പറയില്ലേ, അച്ഛനും അമ്മ ഇത്രയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കി, പക്ഷെ പുറത്തൊരാളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആ ബാച്ചിൽ പഠിച്ച ഒരാളെ പോലെ എനിക്ക് അങ്ങ് എക്സൽ ചെയ്യാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല എന്നുള്ളതൊക്കെ റീസൺസ് ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ അവര് ഫിക്സ് ചെയ്യുന്നത് നമുക്കതൊരു ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാൻ സാധ്യതയില്ലേ? ഇത് പലപ്പോഴും അനുഭവിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെ, ഈ പേരൻസ്, സമൂഹം, ഇല്ലെങ്കിൽ സ്കൂള്, ഇതൊക്കെ പ്രത്യേക സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളാണ് ഒരു മനുഷ്യനെ മെച്ചപ്പെടുത്തുന്നതും ഈ സ്ഥാപനങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതും എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരം അൺറിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻസ് അതിന്റെ പേഴ്സണാലിറ്റിയെ ഉറപ്പായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു വൈ ഫാക്ടർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു, പക്ഷെ ഇതിന്റെ ഒരു ഹൗ, ഇതെങ്ങനെ ഒന്ന് ഓവർകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ലെന്ന്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഒന്ന് ടാക്കിൾ ചെയ്യാന്ന് സാർ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കൃഷ്ണ, അതിന് ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഈ താരതമ്യം ചെയ്യുന്നത് പുറത്താവാതിരിക്കുക, അകത്തേക്കാക്കുക എന്നതാണ്. അതായത് ഞാൻ കൃഷ്ണയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇൻഫീരിയർ ആണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എൻ്റെ ഇന്നത്തെ അവസ്ഥയേക്കാൾ നാളെ മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കണം. അതായത് ഇന്നത്തെ അവസ്ഥ നാളത്തെ അവസ്ഥയേക്കാൾ ഇൻഫീരിയർ ആണ്, അത് വളരാനുള്ള വഴിയാണ് എന്ന് സ്വയം കമ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ വർത്ത് കൂട്ടാൻ നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിലുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വരുന്ന ചിന്ത, നിങ്ങൾ എന്തിനാണ് ഒരാളുടെ മുമ്പിൽ കൂന്നുകുരിയുന്നത്, നിങ്ങൾ എന്തിനാണ് ഒരാളുടെ മുമ്പിൽ വളരെ താഴ്ന്നു പോകുന്നത്, അപ്പൊ അതിന് പിന്നിൽ എന്തോ ഒരു ചിന്ത കാണും. അതിപ്പോ ഞാൻ അയാളേക്കാൾ മോശമാണ് എന്ന ചിന്തയാണ്, ഇല്ലെങ്കിൽ അയാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭംഗിയില്ല എന്നായിരിക്കാം, ഇല്ലെങ്കിൽ ഞാനൊരു പരാജയപ്പെട്ട ആളാണെന്ന് ചിന്തയായിരിക്കാം. നിങ്ങളുടെ ചിന്തയെ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്, അകത്തേക്ക് നോക്കുക എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. ഈ ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എമോഷൻസ് ഉണ്ടാകുന്നത്. എമോഷൻസിൽ നിന്നാണ് പൊതുവെ ബിഹേവിയേഴ്സ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ചിന്ത ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയും, ഈ ചിന്തയെ ക്വസ്റ്റ്യൻ ചെയ്യാന്നാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക? ഈ ചിന്ത എനിക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ ഗുണകരമാണ്. ഇപ്പൊ കൃഷ്ണയുടെ ഒരു കഴിവ് എനിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഇത് എനിക്ക് ഗുണകരമാണോ, ഇത് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇനി ആ ചിന്ത ഞാൻ കൃഷ്ണയേക്കാൾ ഈ കാര്യത്തിൽ മോശമാണ് എന്ന ചിന്ത ദോഷം ഞാൻ പറയില്ല, അത് ബെനിഫിറ്റ് ആക്കി എടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത്. അപ്പം നിങ്ങൾ ചിന്തകളെ എപ്പോഴും നിരീക്ഷിക്കുക എന്നാണ്. അതിനെ നമ്മളെ ഇപ്പോൾ ഒരു ദിവസം കയറിയിട്ട് ഇനി ഇത് വരരുത് എന്ന് പറഞ്ഞാൽ നാളെ മാറുമെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നിങ്ങളിത് നിരീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളതിൽ ബോധമുള്ളവരാകും. ഏതൊന്നിലാണോ നിങ്ങൾ ബോധമുള്ളവരാകുന്നത് അതിൽ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് എന്തായിരിക്കും സർ, നമുക്ക് സ്ട്രെങ്ത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും? ഇപ്പൊ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്ത് കൂടുതൽ വർക്ക് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരാൻ പറ്റും. അതെ അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത്, നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക ഇൻഫീരിയർ ആണെങ്കിൽ നിങ്ങൾ വേറെ ചില കാര്യങ്ങളിൽ സുപ്പീരിയർ ആയിരിക്കും എന്നാണ്. അല്ലേ? എല്ലാ കാര്യത്തിലും എല്ലാവരും മിടുക്കരല്ല. അതൊരു പെർഫെക്ഷൻ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ലോകത്ത് അങ്ങനെ ഒരാളില്ല എന്നാണ് ഞാൻ ഈ പുരാണങ്ങളിൽ പോലും ദൈവങ്ങൾക്ക് അബദ്ധം പറ്റിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. പറയാൻ എനിക്ക് പേടിയുണ്ട്, ഏത് മതമാണ് ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ദൈവങ്ങൾക്ക് പോലും അബദ്ധങ്ങൾ പറ്റിയതായിട്ട്, അതിൻ്റെ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് ഒന്നും പെർഫെക്റ്റ് അല്ല എന്നതാണ്. അപ്പം അങ്ങനെ പെർഫെക്റ്റ് അല്ലാത്ത ലോകത്ത് നമുക്ക് ചില കാര്യങ്ങളിൽ സ്ട്രെങ്ത് ഉണ്ടാകും,
ചില കാര്യങ്ങൾ വീക്ക്നെസ് ഉണ്ടാകും. ഈ സ്ട്രെങ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മളെക്കുറിച്ചുള്ള മതിപ്പും കോൺഫിഡൻസും കൂടും എന്നാണ് എൻ്റെ വിശ്വാസം. ലാസ്റ്റ് ഒരു കാര്യം കൂടി, ഇപ്പോൾ പഠനം വായന ഇത് രണ്ടിനെ പറ്റിയും കൂടുതൽ പറയാനായിട്ട് സാറിന് തന്നെയായിരിക്കും പറ്റുക. അപ്പോൾ പഠനവും വായനയും എങ്ങനെ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറികടക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും? ലേൺ എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ലേൺ, കണ്ടിന്യൂസ് ലേണിംഗ്, പിന്നെ ബാക്കി നമ്മുടെ എല്ലാം. അപ്പൊ എങ്ങനെയാണ് കണ്ടിന്യൂസ് ലേണിംഗ് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറാൻ ഹെൽപ്ഫുൾ ആവുന്നത്? ലേണിംഗ് പുസ്തകം വായിക്കുന്നത് കൊണ്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തോ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിനെ നിരീക്ഷിക്കുന്നതിലൂടെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിക്കുന്നതിലൂടെ, നമ്മളെ നിരീക്ഷിക്കുന്നതിലൂടെ, അതാണ് ഏറ്റവും വലിയ ലേണിംഗ് ഞാൻ കാണുന്നു. അങ്ങനെ ഇപ്പൊ ഇത്തരം ചിന്തകൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ എന്നെക്കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ തന്നെയാണ് ലേണിംഗ് നടക്കുക. ലേണിംഗ് നടക്കുമ്പോൾ മാത്രമേ ട്രാൻസ്ഫർമേഷൻ നടക്കൂ. അപ്പം നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ലേൺ ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയി ലേൺ ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ, കോംപ്ലക്സുകളെ അതിജീവിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വൺ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ പറയാൻ പറ്റും സർ എന്ത് പറയും? കാരണം ഒരു മനുഷ്യനും കുറവുകളുള്ളവനല്ല. അപ്പോൾ ഒരു ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും ഒരു വൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനുള്ളത്? നിങ്ങളെപ്പോഴും നിങ്ങളായിരിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളല്ലാതാവാൻ എപ്പോഴെല്ലാം ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് കോംപ്ലക്സുകൾ വരും. ലോകത്തെ ഏറ്റവും വലിയ സ്കിൽ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അക്സെപ്റ്റൻസ് ആണ്. എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ദോഷമാണ് ഞാൻ ഈ ലോകം മുഴുവനും കാണുന്നതെല്ലാം പ്രശ്നങ്ങളായി ഭവിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യുക എന്നതൊരു അനിവാര്യ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചർച്ച വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് കാണുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒത്തിരി ടോപ്പിക്സുമായിട്ട് നമുക്ക് ഇനിയും ഒരുമിച്ച് വരാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.